ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മുട്ട പപ്പട തോരൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പം നിങ്ങളും ഇതേപോലെ എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോസ് ഷെയർ ചെയ്യാം, എനിക്ക് മെയിൽ അയക്കാം. അപ്പം ഈ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടേസ്റ്റി റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നൊരു നാടൻ റെസിപ്പിയാണ് വറുത്തരച്ച മീൻ കറി. ഇതൊട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന കറിയായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം എങ്ങനെയാണ് ഈ വറുത്തരച്ച മീൻ കറി തയ്യാറാക്കുന്നത്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചുവന്നുള്ളി 10 ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1 കഷ്ണം ഇഞ്ചിയും, ഈ ഒരു സൈസിലുള്ള കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. 8 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടെ വേണം. ഇത് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളമാണ്. ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളമാണ്. ഞാനിവിടെ അയക്കൂറിയാണ് എടുത്തിട്ടുള്ളത്. വലിയ മീൻ ഏത് വേണമെങ്കിലും എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു 10 മിനിറ്റോളം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ആദ്യമായിട്ട് തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. വറുത്തെടുക്കാം. എന്നിട്ട് തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട്, അത് കാണാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് തേങ്ങയുടെ കളർ മാറുന്നത് വരെ ഇങ്ങനെ വഴറ്റി കൊടുക്കാം. തേങ്ങയുടെ കളർ മാറി വരുന്നുണ്ട്. ഈ സമയം നോക്കിയിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അധികം പൊടികളൊന്നുമില്ല. ആദ്യം ചേർത്ത് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി മൊരിഞ്ഞ് കിട്ടാൻ കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, രണ്ടും കൂടെ ചേർത്തിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്. വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് അരച്ചെടുക്കാം. അപ്പം ആ സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചുവന്നുള്ളിയും അതേപോലെ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന 2 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഇടണം. എന്നിട്ട് പുളിവെള്ളവും അരപ്പും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. എത്രയാണോ ഗ്രേവി വേണ്ടുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് അടച്ചു വെക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം ഞാനിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കറി കുറച്ചുകൂടെ തിക്കായിട്ട് വരണം, കുറച്ചുകൂടെ കുറുകി വരണം. അതുകൊണ്ട് ഞാൻ വീണ്ടും അടച്ചു വെക്കുകയാണ്.
ഇപ്പോൾ നോക്കുമ്പോൾ കറിയുടെ പാകം കറക്റ്റായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കറിവേപ്പില വിതറി കൊടുക്കാം. പിന്നെ ഞാൻ ഈ കറിയിൽ തക്കാളി ചേർത്തിട്ടില്ല, പുളി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തക്കാളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച മീൻ കറി ഇതേ റെഡി ആയിട്ടുണ്ട്. ഇത് തലേ ദിവസം തയ്യാറാക്കി പിറ്റേ ദിവസം നിങ്ങൾ കഴിക്കണം, അപ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ തേങ്ങ വറുത്തരക്കേണ്ട ചെറിയൊരു പണി അത്രയേ ഉള്ളൂ, ബാക്കിയൊക്കെ സിമ്പിളല്ലേ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള ടേസ്റ്റി റെസിപ്പീസുമായിട്ട് ഇനിയും കാണാം. താങ്ക്